എല്ലാവർക്കും നമസ്കാരം. ജിയോ പേയ്മെന്റ് ബാങ്കിന്റെ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. മറ്റു പല ബാങ്കുകളിലും ഉള്ളതുപോലെ മിനിമം ബാലൻസ് സൂക്ഷിച്ചില്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പിഴയോ മറ്റ് ചാർജുകളോ ഈ സേവിങ്സ് അക്കൗണ്ടിൽ ഈടാക്കുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ജിയോ പേയ്മെന്റ് ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ വരുന്ന ചാർജുകളെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോയുടെ അവസാന ഭാഗത്ത് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നതിനെ കുറിച്ചും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. രണ്ടു തരത്തിലുള്ള സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. ലിമിറ്റഡ് KYC അക്കൗണ്ടും ഫുൾ KYC അക്കൗണ്ടും. ആധാർ സൈൻ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കിയാൽ അത് ലിമിറ്റഡ് KYC അക്കൗണ്ട് മാത്രമേ ആകുകയുള്ളൂ. ആ അക്കൗണ്ടിൽ വെർച്വൽ ഡെബിറ്റ് കാർഡ് അടക്കമുള്ള പല സേവനങ്ങളും ലഭിക്കില്ല. വീഡിയോ KYC ചെയ്താൽ മാത്രമേ ഫുൾ KYC അക്കൗണ്ട് ആകുകയുള്ളൂ. ഫുൾ KYC അക്കൗണ്ടിൽ വരുന്ന ചാർജുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ജിയോ പേയ്മെന്റ് ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ P for നോൺ മെയിൻ്റനൻസ് ഓഫ് MAB ഇവിടെ പ്രസക്തവുമല്ല. ഈ സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്കെല്ലാം വെർച്വൽ ഡെബിറ്റ് കാർഡ് തികച്ചും സൗജന്യമായി കിട്ടും. എന്നാൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ആവശ്യമാണെങ്കിൽ 300 രൂപ കൊടുക്കേണ്ടി വരും. POS ഇ-കൊമേഴ്സ് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് 1,50,000 രൂപയാണ്. ഒരു ദിവസം 50,000 രൂപ വരെ മാത്രമേ ATMിൽ നിന്ന് പിൻവലിക്കാൻ പറ്റൂ. ഒരു മാസം 10 ട്രാൻസാക്ഷൻ സൗജന്യമായി ലഭിക്കും. സൗജന്യ ഇടപാടുകൾക്ക് ശേഷമുള്ള ഓരോ ഇടപാടിനും 21 രൂപ പ്ലസ് GST ഈടാക്കും. ATM നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചാർജ് 8 രൂപ പ്ലസ് GST ഈടാക്കും. അക്കൗണ്ടിലേക്ക് പണം ലോഡ് ചെയ്യുന്നത്, ബിൽ പേയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ സൗജന്യമാണ്. NEFT, IMPS, RTGS, UPI തുടങ്ങിയ സേവനങ്ങൾ സൗജന്യമാണ്. UPI പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് 1,00,000 രൂപയാണ്. SMS അലർട്ട്, മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, നോമിനേഷൻ ഫെസിലിറ്റി തുടങ്ങിയവ സൗജന്യമാണ്. നിങ്ങൾ ഈ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്ന തുകയ്ക്ക് 3.5% ഇൻട്രസ്റ്റ് ഒരു കൊല്ലത്തേക്ക് ലഭിക്കും. ഇനി ഈ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ജിയോ ഫിനാൻസ് അതല്ലെങ്കിൽ മൈ ജിയോ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ജിയോ ഫിനാൻസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിലുള്ള സേവിങ്സ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ മൈ ജിയോ ആപ്പ് ഓപ്പൺ ചെയ്ത് ഹോം പേജിലുള്ള ഫിനാൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിലുള്ള ബാങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനിയുള്ള കാര്യങ്ങൾ രണ്ട് ആപ്പിലായാലും ഒരുപോലെയാണ്. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാൻ ഒരു SMS അയക്കാൻ ചോദിക്കും. തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ, പാൻ കാർഡ് നമ്പർ എന്നിവ ചോദിക്കും. അത് നൽകുക. തുടർന്ന് നിങ്ങളുടെ ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കും. അത് നൽകുക. ടിക്ക് ചെയ്യാനുള്ള ഭാഗത്ത് രണ്ടാമതും മൂന്നാമതുമുള്ള കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക. OTP നൽകി കഴിഞ്ഞാൽ മൊബൈൽ സ്ക്രീനിൽ അഡ്രസ്സ് ദൃശ്യമാകും. അത് കറക്റ്റ് ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഒരു സെൽഫി ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടും. സെൽഫി ഫോട്ടോ എടുത്തതിന് ശേഷം പേഴ്സണൽ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടും. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ KYC ചെയ്യണം. വീഡിയോ KYC ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ എക്സിക്യൂട്ടീവിനെ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ആ സമയം അത് നിങ്ങളുടെ കൈവശം വെക്കാൻ മറക്കരുത്. വീഡിയോ KYC പൂർത്തിയായാൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി.